ഫ്രണ്ടിൽ പൊക്കല്ലേ ഒത്തിരി ഫ്രണ്ടിൽ കരയുന്നുണ്ട് കരയും തമ്പേരെ കരഞ്ഞു കരഞ്ഞ് നല്ല കൊട്ടിന് എങ്ങനെയുണ്ട് പറ? അടിപൊളി 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 ചേട്ടാ അറിയാം ഒരുപാട് എക്സ്പെക്ടേഷൻസോടെ കണ്ടവളാണ്. എനിക്ക് ഇവിടെ പ്രൊമോഷൻ പറഞ്ഞു. അതിൻ്റെ അവസാനത്തിൽ തിയേറ്ററിൽ ഓരോ സീൻസും കൈയടികൾ ശരിക്കും ഓരോ സീൻസ് കാണാൻ പറ്റും. എന്താ പ്രഷറായിട്ട് കാണാൻ? അല്ല, ഞാനിപ്പോൾ 9 മണിയായിട്ടുള്ളൂ. ഞാനിതിനെ പറ്റിയിട്ട് എനിക്ക് നിങ്ങൾ പറഞ്ഞാലേ അറിയുള്ളൂ. ഞാൻ ഇത് കണ്ടിട്ട് ഞാൻ വളരെ ഇമോഷണലാണ്. പക്ഷെ ഞാൻ നിങ്ങളാണ് കണ്ടിട്ട് എന്നോട് പറയേണ്ടത്. നിങ്ങൾ കണ്ടാണെങ്കിൽ എന്നോട് പറയും എങ്ങനെയുണ്ടെന്ന്. അടിപൊളിയായിരുന്നു. മ്യൂസിക് വൈസ് ആയാലും ശരി, ആക്ടിംഗ് വൈസ് ആയാലും ശരി, എല്ലാം കണ്ടു വെച്ച് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. താങ്ക് യു. 3Dയിലൂടെ വരുമ്പോൾ ഒന്നുകൂടെ മികച്ചതായിരിക്കും. ഇനി 3Dയിൽ കാണുന്നു. എൻ്റെ വളരെ ഇമോഷണൽ കണ്ണുകളൊക്കെ നിറഞ്ഞിരിക്കുന്നത് കാണാൻ ഇങ്ങനെ റിസൾട്ട് പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഇത്രത്തോളം ചേട്ടാ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് നാൾ പണിയെടുത്ത പോലെ തോന്നുന്നുണ്ടോ? നല്ല രീതിയിൽ ജോവിനോ ഒരു ആക്ഷൻ ലെവലിൽ ഒരു ആക്ഷൻ ഹീറോ എന്ന ലെവലിലേക്ക് മാറുകയാണ്. ആക്ഷനല്ല, ഒരു നടൻ എന്നുള്ള നിലയിലേക്കല്ല അദ്ദേഹം മാറിയത്. ഒരു വ്യക്തി, നടൻ, കഥാപാത്രം എന്നുള്ളതിൽ മാറി. നമുക്ക് ടൊവിനോ എന്ന് പറയുന്ന ഒരാളെ മറ്റ് സിനിമകളിൽ കണ്ടതുപോലെ നമുക്ക് എവിടെയെങ്കിലും കാണാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അദ്ദേഹം ഒരു വലിയൊരു നടനിലേക്ക് 3 ക്യാരക്ടേഴ്സും വളരെ വ്യത്യസ്തമായിട്ട്. ഞാൻ ഇന്നാണ് കുഞ്ഞിക്കേളുവിനെയും അജയനെയും ഒക്കെ കാണുന്നത്. എനിക്ക് അജയനെ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് മാറാനുള്ള ഉദ്ദേശമാണോ? ഉദ്ദേശം മലയാളത്തിലേക്ക് ഒരു ആക്ഷൻ നായകൻ ലെവലിലേക്കോ? ഒരു നടൻ, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു നടൻ എന്നുള്ള രീതിയിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്ര ഇതാ അവിടുന്ന് തുടങ്ങി അല്ലേ? ഒരുപാട് സ്വപ്നം കിട്ടുന്നതുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ ഒരു തിരിച്ചറിയുന്നത്. അല്ല, അതിൻ്റെ ഒരു സന്തോഷം. പക്ഷെ ഇതിപ്പോൾ എനിക്ക് ആ സന്തോഷം വരുവാണെങ്കിൽ നിങ്ങൾ പറയൂ. നിങ്ങൾ കണ്ടത് ഒരാൾ പറഞ്ഞു, ബാക്കിയുള്ളവർ പറയൂ എങ്ങനെയുണ്ടെന്ന്. ഒരു രക്ഷയില്ല, അന്യ സീക്വൻസുകളായിരുന്നില്ല. ഇറങ്ങാം. ഇന്നലെ സന്തോഷം കണ്ടീതായിരുന്നു. ഒന്നുകൂടി സന്തോഷം കൂടിയാണ്. അതെ അതെ, വളരെ അടിപൊളിയായിരുന്നു ബ്രോ. താങ്ക് യു ബ്രോ, താങ്ക് യു. അടിപൊളിയായിരുന്നു. അപ്പോൾ 4 പേരോട് പറയും നിങ്ങൾ പോയിട്ട് ഇവിടെ അല്ല